നമസ്കാരം. കോടതി മുറിക്കുള്ളിൽ കരഞ്ഞു തളർന്ന് 27 വയസ്സുകാരി. ഒരു വല്ലാത്ത പ്രണയം കാരണം ഈ 27 വയസ്സുകാരിയുടെ ജീവിതവും കരിയറും തകർന്നിരിക്കുകയാണ്. കോടതി മുറിക്കുള്ളിൽ റോദർഹാമിൽ നിന്നുള്ള ഒലീവിയ ജോൺസൺ പൊട്ടിക്കരയുമ്പോൾ കരിയറും ജീവിതവും തകർന്ന പ്രണയത്തെക്കുറിച്ച് ഓർത്തിട്ടുണ്ടാകും. തെറ്റിന്റെ വ്യാപ്തി കുറയ്ക്കുന്നതിനോ വിധിന്യായത്തിൽ മാറ്റം വരുത്തുന്നതിനോ ആ കണ്ണീർ കാരണമായില്ല. ഒലീവിയ, നിങ്ങൾ ചെയ്ത കുറ്റം ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണെന്ന് ജഡ്ജി റെക്കോർഡ റിച്ചർഡ് ക്രിസ്റ്റി കേസി പറയുമ്പോഴും ഒലീവിയയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ പൊഴിയുകയായിരുന്നു. ജയിൽ ഓഫീസറായിരുന്ന ഒലീവിയയുടെ ജീവിതം മാറ്റിമറിച്ചത് 2022 സെപ്റ്റംബർ 23-ന് സ്പോക്കിലെ HMP ഹൈ പോയിന്റ് ജയിലിലേക്ക് പ്രവേശിക്കുന്നതിനിടെ നടത്തിയ പരിശോധനയായിരുന്നു. ഒലീവിയയുടെ കയ്യിൽ നിന്ന് അധികൃതർ 35,000 പൗണ്ട് വില വരുന്ന സ്പൈസ് എന്ന സിന്തറ്റിക് ലഹരി പിടികൂടിയതോടെ പുറത്തു വന്നത് ഒരു വല്ലാത്ത പ്രണയത്തിന്റെ കഥയായിരുന്നു. ഒട്ടേറെ കുറ്റകൃത്യങ്ങളുടെ പേരിൽ 12 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടാണ് ഗാങ്സ്റ്റർ ജാവൽ ടൈലർ ജയിലിനുള്ളിലായത്. ഇവിടെ വെച്ചാണ് ജാവൽ ഒലീവിയെ പരിചയപ്പെടുന്നത്. ഇരുവരും പ്രണയത്തിലായതോടെ ജയിൽ ഓഫീസറായ ഒലീവിയ നിയമപാലനത്തിന്റെ ലോകത്തു നിന്ന് മാറി കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് സഞ്ചാരം തുടങ്ങുകയായിരുന്നു. ജാവലിന്റെ നിർദ്ദേശപ്രകാരം ഒലീവിയ പലതവണ ലഹരിമരുന്ന് ജയിലിനുള്ളിലേക്ക് കടത്തി. ഇതിനായി പ്രതിഫലവും ലഭിച്ചു. ജാവൽ ടൈലറുടെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും 11 തവണ ഒലീവിയ തുക കൈപ്പറ്റിയതായിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. പണം കൈപ്പറ്റിയതായും തെളിഞ്ഞു. 3 വർഷമായി HMP ഹൈ പോയിന്റിൽ ജോലി ചെയ്തിരുന്ന ഒലീവിയ ഒരു ദിവസം അപ്രതീക്ഷിതമായി പരിശോധന നടക്കുന്നത് കണ്ടപ്പോൾ തിരികെ പോകാൻ ശ്രമിച്ചു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ജയിൽ അധികൃതർ ഈ നീക്കം തടഞ്ഞു. ബാഗിൽ പരിശോധിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് അധികൃതർ ചോദിച്ചപ്പോൾ ഒലീവിയ ബാഗിൽ ലഹരി മരുന്നുണ്ടെന്ന് സമ്മതിച്ചു. ബാഗിൽ നിന്ന് 88 ഷീറ്റ് സിന്തറ്റിക് കണാബിനോയിഡ് അടങ്ങിയ പേപ്പർ കണ്ടെത്തി. ഒരു ഷീറ്റിന് 400 പൗണ്ട് വില വരുന്ന ഈ ലഹരി മരുന്നിന്റെ ആകെ മൂല്യം 35,200 പൗണ്ടാണ്. ഒലീവിയ ജോൺസന്റെ കാറിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോണിൽ ജാവൽ ടൈലറുമായി നടത്തിയ സന്ദേശങ്ങൾ കണ്ടെടുത്തു. ഇരുവരുടെയും പ്രണയ സംഭാഷണങ്ങളും ജയിലിലേക്ക് നിരോധിത സാധനങ്ങൾ കൊണ്ടുവരുന്ന നീക്കവുമെല്ലാം മൊബൈൽ ഫോൺ സന്ദേശങ്ങളിൽ നിന്ന് ലഭിച്ചു. ഒലീവിയ ജോൺസന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ 2021 ഡിസംബർ 1-നും 2022 സെപ്റ്റംബർ 5-നും ഇടയിൽ ടിയാഗ ടേർഡൻ 11 തവണകളായി 14,461 പൗണ്ട് നൽകിയെന്ന് കണ്ടെത്തി. കൂടാതെ 2022 ജനുവരി 6-നും മാർച്ച് 1-നും ഇടയിൽ ഡിവോൺ മില്ലർ എന്നയാൾ 410 പൗണ്ട് നൽകി. ഡിവോൺ മില്ലർ ജാവൽ ടൈലറുടെ ബന്ധുവാണെന്ന് തെളിഞ്ഞതോടെ ഒലീവയ്ക്ക് കുരുക്ക് മുറുകി. ലഹരി മരുന്ന് ജയിലിലേക്ക് കടത്തുന്നത് ജയിലിന്റെ അച്ചടക്കത്തെയും തടവുകാരുടെയും ജീവനക്കാരുടെയും സന്ദർശകരുടെയും ആരോഗ്യത്തെയും സുരക്ഷയും ബാധിക്കുന്നതാണ്. തടവുകാരുടെ പുനരധിവാസത്തിന് വിഘാതമായ ഈ കുറ്റകൃത്യം ചെയ്തതിന് ഒലീവിയെ 3.5 വർഷം തടവിന് ശിക്ഷിക്കുന്നതിനായാണ് ജഡ്ജി റെക്കോർഡ റിച്ചർഡ് ക്രിസ്റ്റി കേസ് വിധി എഴുതിയത്.